ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ പ്രചാരമുള്ള ഒരു കറിയാണ് ആലു ബിണ്ടി മസാല എന്ന് പറയും. അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കായും കൂടി ചേർത്ത് നല്ലൊരു മസാല. ഇത് ചപ്പാത്തിക്കും ചോറിനും അതുപോലെ നമ്മൾ ഏത് ഫുഡിനും കൂടി കഴിക്കാവുന്ന ഒരു നല്ല സൈഡ് ഡിഷാണിത്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 350 ഗ്രാം വെണ്ടയ്ക്കയാണ്. അത് നല്ല കഴുകി വൃത്തിയാക്കി തുടച്ച് അതിലെ ജലാംശമൊക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ നീളത്തിൽ കഷ്ണങ്ങളാക്കുക. വീണ്ടും ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് അത് തൊലി പൊള്ളിച്ച് ഇതുപോലെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു 50 മില്ലി എണ്ണ ഒഴിച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങ് കഷ്ണിച്ച കഷ്ണങ്ങൾ അത് നമ്മളിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക. നന്നായിട്ട് ചെറു തീയിൽ ഫ്രൈ ആക്കിയാൽ മതി. ഒരുപാട് തീ കൂടി വെക്കേണ്ട. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളറായി വരുമ്പോൾ, ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമുക്ക് അത് കോരിയെടുക്കാം. ഇത് തിരിച്ച് മറിച്ചും ഇട്ട് ഗോൾഡൻ കളറാക്കിയെടുക്കുക. ഇനി നമ്മൾ ആ എണ്ണയ്ക്കകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക, ആ വെണ്ടയ്ക്കായിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വെണ്ടയ്ക്കകത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിന് ഡ്രൈ മാംഗോ പൗഡർ, അത് ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ വെണ്ടയ്ക്കയുടെ കളറ്, അസൽ പച്ച കളർ തന്നെ എങ്ങനെ നിലനിൽക്കാൻ വേണ്ടിയാണ്. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് അങ്ങ് സ്കിപ്പ് ചെയ്യുക. ഇതിങ്ങനെ ചെയ്ത് ഒരു 2-3 മിനിറ്റ് ഫ്രൈ ആക്കിയിട്ട് അത് കോരി മാറ്റി വയ്ക്കുക. വീണ്ടും അതേ പാനിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് ഒരു സവാള അതുപോലെ അതിൻ്റെ ബൾബാക്കി എടുത്തിരിക്കുന്നത് കുറേ വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി ഇങ്ങനെ എടുത്തിട്ട് അത് ആ എണ്ണയ്ക്കകത്ത് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴന്ന് പോകണ്ട. ഇതുപോലെ ഒന്ന് സെമിയായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേ അത് കോരി മാറ്റി വയ്ക്കുക. അതിനുശേഷം ആ എണ്ണയ്ക്കകത്ത് അല്പം എണ്ണയും കൂടെ വേണമെങ്കിൽ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ അളവിന് ജീരകം, ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ 2 സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് അതിലേക്കൊരു 3 പച്ചമുളക് കീറിയതും കൂടി ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. ശകലം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മൂപ്പിക്കുക. ഇതിനെല്ലാം പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അതിനുശേഷം നമ്മൾ 2 ടൊമാറ്റോ അതെടുത്തിട്ട് അതിൻ്റെ പ്യൂരിയാക്കി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി ചേർക്കുക. ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കി ആ പാത്രത്തിൽ ഒരൽപ്പം വെള്ളം ഒഴിച്ച് നമ്മളത് കഴുകി ഒഴിക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് നമ്മളുടെ ഗ്രേവിയുടെ തിക്നെസ് നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് അവനവൻ്റെ താല്പര്യത്തിനും ടേസ്റ്റിനും അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. വീണ്ടും നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിന് കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ അളവിന് മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ അളവിന് ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് അത് അതിൻ്റെ ആ ഒരു എണ്ണ മയം ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പ്രോസസ്സിങ്ങിലേക്ക് കിടക്കാം. ഇത് ഒന്ന് മൂടി വെച്ച് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് ഇളക്കിയിട്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം മൂടിയെടുക്കുക. മൂടിയെടുത്ത് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. വെണ്ടയ്ക്കയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർക്കുക. ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ മതി. ആ വെണ്ടയ്ക്കയും കൂടി ഇളക്കി ചേർത്തതിന് ശേഷം നമ്മൾ ഇവിടെ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മളുടെ സവാള അത് അതിലേക്ക് ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ തീയുടെ ലെവല് മീഡിയം ഫ്ലെയിമിൽ തന്നെ നിർത്തണം, മാറ്റരുത്. ഒരു അടപ്പ് വെച്ച് മൂടി വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ
ഇത് വേവിക്കുക. കാരണം നമ്മുടെ ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയൊക്കെ ഓൾറെഡി വെന്തതാണ്. ഇതിലേക്ക് നമ്മൾ ഒരു അര ഗ്ലാസ് ക്രീം മിൽക്ക്, അതല്ലെങ്കിൽ തേങ്ങാപ്പാൽ, ഏതാണെന്ന് വെച്ചാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒഴിക്കാം. നിർബന്ധമില്ല, വേണമെങ്കിൽ ഒഴിക്കാം. അത് കുറച്ചുകൂടെ കറിയുടെ ഗ്രേവി ഒന്ന് തിക്കാകാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഇളക്കി ചേർത്ത് ചെറുതീയിൽ നമ്മളൊന്നുകൂടെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില തൂളി കൊടുക്കുക. മല്ലിയില തൂളി അതുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതുകൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ആലു ഭിണ്ടി മസാല റെഡി ആയിരിക്കും. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളൊക്കെ പ്രോത്സാഹനം വളരെയധികം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളായിരിക്കുന്നു. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.